വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ വെക്കേഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുവാണ്. 7ാം ക്ലാസ് എന്ന് പറയുന്ന വലിയൊരു ക്ലാസ്സിലേക്കാണ് നമ്മൾ പോവാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൽ എന്റെ മക്കളെ കാത്തിരിക്കുന്നത് ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. കൂടെ എന്തുകൂടെയുണ്ട്, USS എക്സാം എന്ന് പറയുന്ന വലിയൊരു സ്കോളർഷിപ്പ് എക്സാം കൂടി നിങ്ങളെ വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ ഇരിക്കുന്നുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 2024 മാറിയ ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കൂട്ടത്തില് ഒരുപാട് ഫ്രണ്ട്സ് ഈ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് പേര് പുതിയ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടാവും. ഇതാണ് നിങ്ങളുടെ മാറിയ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ട് പേജ്. ഓക്കെ, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പുതിയ കോണ്ടന്റുകൾ ആഡ് ആയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണെന്നും ആ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഓൾറെഡി നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണെന്നും ആ ചാപ്റ്ററിൽ എന്താണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് എന്നും. അതായത് ചാപ്റ്ററിലുള്ള കാര്യമല്ല മിസ് പറയാൻ പോകുന്നത്, ആ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ വേറെ ഒന്നുമല്ല, സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ പേര് പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സമാന്തര വരകളെ പറ്റിയാണ്, പാരലൽ ലൈൻസിനെ പറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്താണ് പാരലൽ ലൈൻസ്? അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും കൂട്ടിമുട്ടാത്ത അല്ലെ, ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടാത്ത രണ്ട് വരകളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സമാന്തര വരകൾ എന്ന് പറയുന്നത്. അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. അതിന്റെ കാരണം എന്താ നിങ്ങൾക്കറിയോ? അവര് തമ്മിലുള്ള ദൂരം എല്ലായ്പ്പോഴും തുല്യമായതുകൊണ്ട്. ഈ രണ്ട് വരകൾ തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ആ രണ്ട് വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓൾവേസ് ഈക്വൽ ആയതുകൊണ്ടാണ് ഈ വരകൾ ഒരിക്കലും എന്ത് ചെയ്യാത്തത്, കൂട്ടിമുട്ടാത്തത്. ഇനി അഥവാ അവർ കൂട്ടിമുട്ടുകയാണ് എങ്കിൽ എന്തായിരിക്കും അവരുടെ പേര്? അതിനും അവർക്കൊരു പേരുണ്ട്. രണ്ട് വരകൾ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു പേരുണ്ട്. അതെന്താണെന്നുള്ളത് അറിയുന്നവർ കമന്റ് ആയിട്ട് താഴെ പറയണം. ഓക്കെ, അപ്പൊ ഇതാണ് പാരലൽ ലൈൻസ്. ഇതിന് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ പാരലൽ ലൈൻസിന് എക്സാമ്പിൾ ആണ്. ഇലക്ട്രിക് കമ്പികൾ, നിങ്ങൾ പോസ്റ്റിലേക്ക് നോക്കിയാലുള്ള ഇലക്ട്രിക് കമ്പികൾ പാരലൽ ലൈൻസ് ആണ്. ഹൈവേസ്, റോഡുകൾ, നമ്മൾ പോകുന്ന റോഡുകൾ പാരലൽ ആണ്. ബിൽഡിങ്സ് പാരലൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബിൽഡിങ്സ് പാരലൽ അല്ലെങ്കിൽ ചരിഞ്ഞിട്ടാണെങ്കിൽ രണ്ട് ബിൽഡിംഗ് കൂട്ടിമുട്ടത്തില്ലേ? റെഡി? അതേപോലെ സ്പോർട്സ് ഫീൽഡ്, നമ്മളിരിക്കുന്ന വീടിന്റെ വാതിലുകൾ, ജനലുകൾ, ഇതൊക്കെ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ബുക്ക്, ഫോൺ, ഇതൊക്കെ പാരലൽ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ തുടക്കത്തിൽ നിങ്ങൾക്ക് പാരലൽ ലൈൻസ് എന്താണ് ഏതാണ് എന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു വര, ഇവിടെ നമുക്കൊരു ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ. ഇതേ ചരിവോട് കൂടി ഞാൻ എന്ത് ചെയ്യാണ്, വേറൊരു ലൈൻ ഇവിടെ വരയ്ക്കുവാണ്. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ലൈൻ ഇവിടെ വരയ്ക്കുന്നു, സെയിം 60 ഡിഗ്രി. അതായത് ഈ വരയുടെ ചരിവ് അനുസരിച്ച് തന്നെ ഞാൻ വേറൊരു ലൈനും വരയ്ക്കുവാണ്. അത് 60 ഡിഗ്രി ചരിവുള്ള ഒരു ലൈൻ ആണെങ്കിൽ ഇവിടെ ഞാൻ 60 ഡിഗ്രി ചരിവുള്ള വേറൊരു വര വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വരകളും പാരലൽ ആയിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ 60 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന ഒരു വരയ്ക്ക് ഈക്വലായി 60 ഡിഗ്രി ചരിഞ്ഞ് ഞാൻ വേറൊരു വര വരച്ചാൽ ഈ രണ്ട് വരകളും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, പിന്നുള്ളത് ഈ ഒരു ഫിഗറിന്റെ പേരാണ്. ഇത് നിങ്ങൾക്കറിയാം, ഇതിന്റെ വശങ്ങൾ, എതിർവശങ്ങൾ പാരലൽ ആണ്. എതിർവശങ്ങൾ പാരലൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി അറിയാത്ത മക്കളുണ്ടെങ്കിൽ ഇതൊന്ന് അറിഞ്ഞു വെക്കുക. ഓപ്പോസിറ്റ് സൈഡുകൾ അതായത് എതിർവശങ്ങൾ, ഈ വശവും പാരലൽ ആവണം അല്ലേ, സമാന്തര വരകളാവണം. അതേപോലെ ഈ ഒരു വശവും ഈ വശവും സമാന്തരമാവുക. ഈ ഒരു ഷേപ്പിനെ, ഈ ഒരു രൂപത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം. ഇതും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളുടെ
ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 7th നമ്മുടെ സൈലത്തിന്റെ അവഞ്ചേഴ്സ് ബാച്ചിൽ ബേസിക് കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും നമ്മുടെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒട്ടും സമയം ഒട്ടും സമയം കളയരുത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ് 7 അവഞ്ചേഴ്സ് ബാച്ചിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ചാപ്റ്ററുകളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിൽ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ക്ലാസ് മുതൽ മിസ്സാവാതെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ലൈവിൽ വെച്ച് കാണാം.